2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ഇന്ന് ആദ്യ റൗണ്ട് പിന്നിട്ടപ്പോൾ തന്നെ ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ശ്രദ്ധേയമായ ഒരു കാര്യം. കോട്ടകൾ ഉണ്ടാക്കുന്നതും കോട്ടകൾ പൊളിക്കുന്നതും ജനങ്ങളാണ് എന്ന്. അപ്രകാരം CPM-ൻ്റെ കോട്ടകൾ ഇത്തവണ തകർന്നടിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും ചരിത്രപരമായ വസ്തുത, പ്രാധാന്യമർഹിക്കുന്ന വസ്തുത. ഇന്ത്യയിൽ ഒരിടത്തും അധികാരമില്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടിയായി CPIM മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന മന്ത്രിസഭയിലെ പ്രമുഖരെല്ലാം അടിതെറ്റി വീണിരിക്കുന്നു. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, കേരളത്തിലെ മാധ്യമപ്രവർത്തകർ നേരത്തെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം കാണേണ്ടി വരും മന്ത്രിമാരുടെ കൂട്ടത്തോൽവി എന്ന്. സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ടച്ചെങ്കൻ പോലും ഒന്ന് ഭയന്നു, ഒന്ന് വിറച്ചു. 6 റൗണ്ട് വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM-ൻ്റെ ഉരുക്കുകോട്ടയായ ധർമ്മടത്ത് പിന്നിലായിരുന്നു എന്ന് നാം കണ്ടു. അപ്പോൾ മന്ത്രിമാരുടെ കാര്യമോ പറയാതിരിക്കാനാവുമോ? വീണ ജോർജ് തോൽക്കും എന്ന് 100 വട്ടം ഇവിടെ പറഞ്ഞിരുന്നു. കേരളത്തിൽ പലരും പറഞ്ഞിരുന്നു, ഞാനും പറഞ്ഞിരുന്നു, ആറന്മുളയിൽ വീണ ജോർജ് തോൽക്കും എന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് സംഭവിച്ചിരിക്കുന്നു. അബിൻ വർക്കി മുന്നോട്ട് വെച്ച ശക്തമായ മത്സരത്തിനൊടുവിൽ, ശക്തമായ പോരാട്ടത്തിനൊടുവിൽ അവിടെ BJP-യുടെ കുമ്മനം രാജശേഖരൻ കൂടി ഉണ്ടായിരുന്നു. ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. ആ ശക്തമായ ത്രികോണ മത്സരത്തിൽ അടിതെറ്റി വീണു വീണ ജോർജ്, സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി. ഭരിക്കുന്ന കാലത്ത് നിശിതമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു വീണയ്ക്കെതിരെ. മോശം ആരോഗ്യമന്ത്രി എന്നതായിരുന്നു വീണ ജോർജിൻ്റെ പെർഫോമൻസ് വളരെ മോശം ആണ് എന്നുള്ള വിമർശനം വ്യാപകമായി ഉയർന്നിരുന്നു. പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ആ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ CPM പല ഘട്ടങ്ങളിലും മുന്നോട്ട് വന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ആക്രമിച്ചു എന്നും പറഞ്ഞ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ വീണ ജോർജ് അഭയം തേടിയത് നമ്മൾ കണ്ടു. എന്നാൽ ഒടുവിൽ അത് ഉന്തും തള്ളിലും പരിക്കേറ്റതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല നടി എന്ന വിമർശനത്തിനും അർഹയായി വീണ ജോർജ് വോട്ടെടുപ്പ് അടുക്കുന്ന ആ ഘട്ടത്തിൽ എന്നുള്ളതും നാം കണ്ടു. വീണ ജോർജ് ആറന്മുളയിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഈ പരാജയം CPM നേരത്തെ മുൻകൂട്ടി കണ്ടതാണ്. ആറന്മുളയിൽ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റികളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു വീണ ജോർജ് തോൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. നേമത്ത് ശിവൻകുട്ടി പരാജയപ്പെട്ടിരിക്കുന്നു. അതും അവിടെ നമുക്കറിയാം, ആദ്യം BJP താമര വിധിച്ചത് നേമം നിയോജക മണ്ഡലത്തിലാണ് O രാജഗോപാലിലൂടെ. ആ താമര അവിടെ BJP ഓപ്പൺ ചെയ്ത അക്കൗണ്ട് പൂട്ടിച്ചത് CPM ശിവൻകുട്ടിയിലൂടെയാണ്. ആ ശിവൻകുട്ടിയെ തന്നെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിലൂടെ തറപറ്റിച്ചുകൊണ്ട് BJP വീണ്ടും ആ അക്കൗണ്ട് റീഓപ്പൺ ചെയ്തിരിക്കുന്നു. നേമത്ത് ശിവൻകുട്ടി ദയനീയമായി പരാജയപ്പെട്ടു. നേമം നിയോജക മണ്ഡലത്തിൽ തോറ്റവരിൽ പ്രമുഖരായവരുടെ പേരുകൾ മാത്രം ഞാൻ ഒന്ന് വായിച്ചു പോകാം. റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ. റോഷി അഗസ്റ്റിൻ 25 വർഷമായി MLA. വിജയം ഉറപ്പെന്ന് അവർ അവകാശപ്പെട്ടിരുന്ന റോഷി അഗസ്റ്റിൻ റോയ് കെ പൗലോസിനോട് തോറ്റിരിക്കുന്നു ഇടുക്കി മണ്ഡലത്തിൽ. റോഷിക്കൊപ്പം ജോസ് കെ മാണിയും തോറ്റു എന്നുള്ളതാണ് കൂട്ടിച്ചേർക്കേണ്ട ഒരു വസ്തുത എന്നുള്ളത്. KB ഗണേഷ് കുമാർ പത്തനാപുരത്തേക്ക് വന്നാൽ, പത്തനാപുരം മണ്ഡലം എന്നാൽ KB ഗണേഷ് കുമാർ ആണ്. KB ഗണേഷ് കുമാർ ഒരിക്കലും തോൽക്കില്ല എന്ന് അവകാശപ്പെട്ടിരുന്ന KB ഗണേഷ് കുമാറിൻ്റെ അപ്രമാദിത്വം, കേരള കോൺഗ്രസ് B പാർട്ടിയുടെ അപ്രമാദിത്വം പൂർണ്ണമായും അവകാശപ്പെടാവുന്ന പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ KB ഗണേഷ് കുമാറിനെ ജ്യോതികുമാർ ചാമക്കാല ചിട്ടയായ കൃത്യമായ പ്രവർത്തനത്തിലൂടെ മലർത്തിയടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ റിസൾട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം കഴിഞ്ഞ 5 വർഷമായി ജ്യോതികുമാർ ചാമക്കാല ആ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. ആ മണ്ഡലത്തിൽ ഓരോ വീടുകളിലും കയറിയിറങ്ങി താനുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു ജ്യോതികുമാർ ചാമക്കാല ചെയ്തത്. ആ ജ്യോതികുമാർ ചാമക്കാല തൻ്റെ കഠിനമായ പ്രയത്നത്തിലൂടെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരംഗത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതും സാക്ഷാൽ KB ഗണേഷ് കുമാറിനെ, ബാലകൃഷ്ണ പിള്ളയുടെ മകനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. പ്രൊഫസർ R ബിന്ദു സംസ്ഥാന മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇരിങ്ങാലക്കുടയിൽ തോൽപ്പിച്ചത് തോമസ് ഉണ്ണിയാടനാണ്. VN വാസവൻ തോറ്റു ഏറ്റുമാനൂരിൽ. നാട്ടകം സുരേഷ് VN വാസവനെ തോൽപ്പിച്ചിരിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭയിലെ മറ്റൊരു പ്രമുഖാംഗമാണ് VN വാസവൻ ഏറ്റുമാനൂരിൽ തോറ്റിരിക്കുന്നു.
ഏറെ പ്രധാനപ്പെട്ട രണ്ട് പേരുടെ പേരുകൾ കൂടി ഞാൻ പറയാം. MP രാജേഷ്, P രാജീവ്. കളമശ്ശേരിയിൽ സംസ്ഥാന മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് ചുമതല കൈയാളുന്ന മന്ത്രി P രാജീവ് പലപ്പോഴും താത്വികമായ വിമർശനങ്ങൾക്ക്, താത്വികമായ ന്യായീകരണങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണം നൽകുന്ന P രാജീവ് കളമശ്ശേരിയിൽ 16,000-ലധികം വോട്ടുകളുടെ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു. തൃത്താലയിൽ MP രാജേഷിനെ പരാജയപ്പെടുത്തിയത് VT ബൽറാം ആണ്. കോൺഗ്രസിന്റെ യുവ തുർക്കി. രണ്ട് യുവാക്കൾ തമ്മിലുള്ള ആവേശകരമായ മത്സരത്തിനൊടുവിൽ MP രാജേഷ് എന്ന മന്ത്രിയെ മലർത്തിയടിച്ചിരിക്കുന്നു തൃത്താലയിൽ VT ബൽറാം. കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ തോറ്റു, ചിഞ്ചുറാണി തോറ്റു. അങ്ങനെ സംസ്ഥാന മന്ത്രിസഭയിലെ 13 പേരാണ് കടപുഴകി വീണത്. ബേപ്പൂരിൽ റിയാസ് രക്ഷപ്പെട്ടു, കൊട്ടാരക്കരയിൽ ബാലഗോപാൽ രക്ഷപ്പെട്ടു, ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. വിറച്ച് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് രക്ഷപ്പെട്ടു. അപ്രകാരം ജയങ്ങൾ കുറവ്, ജയിച്ച പ്രമുഖർ കുറവ്, തോറ്റ മന്ത്രിമാർ ഏറെ. മന്ത്രിമാരുടെ കൂട്ടത്തോൽവി ഇതാ രാഷ്ട്രീയ കേരളം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടിരിക്കുന്നു.